ഇതാണ് നമ്മുടെ 2-ാം തീയതി വിഷുവേല നടക്കുന്ന സ്ഥലം. മുണ്ടിയങ്കാവ് കോട്ടായി പെരിങ്ങോട്ടുകുറിശി റോഡിൽ കോട്ടച്ചന്തയിൽ വന്ന് ചോദിച്ചാൽ ഈ അമ്പലത്തിലുള്ള വഴി എല്ലാവരും പറഞ്ഞു തരും. കോട്ടച്ചന്ത ജംഗ്ഷനിലാണ് ഈ പരിപാടി. നല്ല ആർപ്പുവിളിയോടുകൂടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് വേല പോണതാണ്. അമ്പലത്തിൻ്റെ പരിസരത്തു നിന്നുള്ള വേല ഊർവലത്തിന് വേണ്ടി പോവാണ്. കോട്ടായി വഴി പോയിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് വരും. ഇതാണ് കോട്ടച്ചന്ത പറഞ്ഞ ജംഗ്ഷൻ. എല്ലാ ദേശക്കാരൻ്റെയും ഫ്ലക്സ് ബോർഡുകളൊക്കെ നിരന്നുണ്ട്. ഉച്ചനേരത്ത് ഇതാണ് സ്ഥലമൊക്കെ വിജനമായി കിടക്കുന്നത്. കടക്കാരും പൊരിക്കാരും എല്ലാം വന്ന് സ്ഥലം പഠിക്കുന്നുണ്ട്. വെള്ളം തിരി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് അറിയും. അതാണ് ഈ സ്ഥലം. കോട്ടായി മുതൽ കോട്ടച്ചന്ത വരെ നല്ല റോഡ് തിരക്കായിരിക്കും കേട്ടോ. ഒരു 4 മണി കഴിഞ്ഞാൽ കോട്ടച്ചന്തയിലാണ് കുട്ടിക്കലാശമുണ്ട്, വേലകളുണ്ട്. പെരിങ്ങോട്ടുകുറിശി ഭാഗത്തു നിന്ന് വരുന്ന വേലകളൊക്കെ ഉണ്ട്. പെരിങ്ങോട്ടുകുറിശി ഈസ്റ്റ് പരുത്തിപ്പള്ളിയിൽ നിന്നൊക്കെ വരുന്ന വേലകളുണ്ട്. പിന്നെ കോട്ടായി അവിടെ നിന്ന് വരുന്ന വേലകളുണ്ട്. ഏകദേശം ഒരു 10-20 വേലയൊക്കെ ഉണ്ടാവും. ഈ വിഷുവേലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആന ഉണ്ടായില്ല. മുണ്ടിയങ്കാവായ കാരണമാണ്. വേറെ വിഷുവേലിക്കൊക്കെ ആന ഉണ്ടായിരുന്നു, 1-2 ആന ഉണ്ടാവും. ഇവിടെ ആനയില്ല. നമ്മളിതാ ഏകദേശം വീട്ടിൽ പോയി റെഡിയായിട്ട് വന്നു. ഫാമിലി വിളിച്ചിട്ട് വന്നു. അപ്പോഴേക്കൊക്കെ ഇതാ വേല തുടങ്ങി. 4-5 മണിയാകുമ്പോഴേക്കും ഓരോ ദേശക്കാരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. നമ്മുടെ പണ്ടത്തെ സിംഗാരിമേളം ഇപ്പോൾ തകർത്താടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ചില വേലകളിൻ്റെ കൂടി സിംഗാരിമേളമൊക്കെ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും നാസിക് ഡോളം തമ്പോലും ഒക്കെയാണ് വിളിക്കുന്നത്. ഇതിപ്പോൾ വേലകളുടെ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് DJ വിത്ത് ഡാൻസ്. ഇതെല്ലാ വേലയ്ക്കും ഉള്ളതാണ്. കലക്ക ഡാൻസൊന്നും ഇപ്രാവശ്യം വലിയ ഇല്ല. അത് അവരുടെ സ്റ്റേജ് വണ്ടിയിൽ സ്റ്റേജായിട്ട് പാട്ട് പാടി കളിക്കുകയാണ്. സിംഗാരിമേളക്കാരൻ്റെ ഒരു കുട്ടിക്കലാസമാണ്. ഏകദേശം 4-5 മണിയാകുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ. പിന്നെ ഇരുട്ടാകും തോറുമാണ് തിരക്ക് വരുന്നത്. ഞാനൊന്ന് നേരത്തെ കാലത്ത് എത്തി. വേലയൊക്കെ കണ്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ ഭാഗത്ത് എവിടെ നിന്നാലും വേല കാണാൻ പറ്റും. നല്ല കുട്ടിക്കലാസം കണ്ടെങ്കിൽ കോട്ടച്ചന്തയിൽ നിൽക്കണം. പിന്നെ കോട്ടായിൽ കുറച്ച് ദേശക്കാരൻ്റെ കുട്ടിക്കലാസം ഉണ്ടാകും. കുട്ടികളെ പേടിപ്പിക്കാനുള്ള തെയ്യമാണ്. പിന്നെ ഇവിടെ കുട്ടിക്കലാസം കാണാത്തവർ അമ്പലത്തിൻ്റെ പരിസരത്തുണ്ട്, അവിടെ പോയി കാണാം. ഇപ്പോഴത്തെ വേലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടില്ല, കുട്ടികളാണ് വേല കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, തിരിച്ചൂട്ടനാണ്. വേല കാണാൻ പ്രാവശ്യം നേരത്തെ വന്ന കാരണമാണ് വിശക്കാൻ തുടങ്ങിയത്. ഒരു ഐസ് വാങ്ങി തരുമോ ചോദിച്ചാണ്. ഡ്രസ് കോഡുകളാണ് ഈ വേലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വിഷുവേലയ്ക്ക് എല്ലാവരും അവരുടെ ഡ്രസ് കോഡുമായിട്ടാണ് കളിക്കാനും പിടിക്കാനൊക്കെ വരുന്നത്. കുട്ടികളും അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഡാൻസ് കളിക്കാനായിട്ടുണ്ടാവും. ഓരോ ദേശക്കാർക്ക് ഓരോ സമയ കാരണമാണ് നേരത്തെ കാലത്തൊക്കെ പോകുന്നത്. ഓരോ ദേശം നമ്മുടെ തെയ്യം കളിയാണ്. ഒരു 8-9 മണി വരെയാണ് പിന്നെ പരിപാടി. 9 മണിയാകുമ്പോൾ എല്ലാ വേലകളും കാവ് കയറും. 9-9:30 സമയം കൊടുത്തിരിക്കുന്നത് ഫ്ലക്സ് ബോർഡിലൊക്കെ. അത് കഴിഞ്ഞ് ഒരു അടിപൊളി വെടിക്കെട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇവർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പേടിപ്പിക്കുന്ന ഒരു തെയ്യമാണ്. പ്രതീക്ഷിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് ചിലപ്പോൾ നമ്മൾ പേടിച്ചെന്ന് വരും. ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഏകദേശം അങ്ങനെ ഇരുട്ടായി. കുട്ടിക്കലാസം വീണ്ടും തുടങ്ങി. ഒരു ഭാഗത്ത് ഇവിടെ കുറച്ച് നേരം നിൽക്കും, കുറച്ച് നേരം വേറെ ഭാഗത്ത് പോയി നിൽക്കും. എവിടെ നിന്നാലും വേല കാണാം. അതാണ് ഈ കോട്ടച്ചന്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബസ്സുകളൊക്കെ ഉണ്ട്, ട്രാഫിക്കാണ്. വേല വന്നു കഴിഞ്ഞാൽ ഫുള്ള് ട്രാഫിക്കാണ്. ഇതൊന്ന് കോട്ടായി ജംഗ്ഷനിൽ വേലയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അവിടെ നിന്ന് നിറയെ വേല വരുന്നുണ്ടായിരുന്നു. DJ ഡാൻസ്, വണ്ടി വേഷങ്ങൾ. പാർവതി ദേവിൻ്റെ ഒരു നല്ല പരിപാടിയായിരുന്നു. 2-3 DJ കണ്ടു. എല്ലാവർക്കും കളർഫുൾ ഉണ്ടെങ്കിലേ വേല ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം കളർഫുൾ DJ വിത്ത് സെറ്റപ്പാക്കി വന്നിരിക്കുന്നത്. കണ്ടില്ല, എല്ലാ കൊല്ലം വിഷുവേല വരുന്നത്. ഏകദേശം ഒരു 10ാമത്തെ കൊല്ലം വീഡിയോ ഞാൻ പറഞ്ഞത്.
നാളത്തെ വേല മാത്തൂരാണ് തോന്നുന്നു. 3-ാം തീയതി വേല. 3-ാം തീയതി വേലയ്ക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല. അധികമൊന്നും ബ്ലോക്കൊന്നും ഇല്ല. ഈ ജംഗ്ഷനിൽ മാത്രം ബ്ലോക്കുള്ളൂ. വേല നടന്നുമ്പോൾ ഒരു ഭാഗത്തൂരിലേക്ക് വണ്ടികളങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്രാവശ്യം വേല കാണാത്തവരൊക്കെ അതുപോലെ നേരത്തെ കാലത്ത് വരിക. കോട്ടായി പെരുങ്ങോട്ടൂർ റോഡിൽ കോട്ടച്ചന്തയിൽ വന്നാൽ മതി. 4-5 മണിയാകുമ്പോൾ നമുക്ക് കാണേണ്ട വേല തന്നെയാണ് വിഷുവേലയിലിത്. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ പിന്നെ വെട്ടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു വന്നു. വേലയൊക്കെ ഏകദേശമൊക്കെ കവർ ചെയ്തു. കോട്ടച്ചന്ത നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നു. 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കണം. പിന്നെ വേല പോകണ തിരക്കണം. ഇടുങ്ങിയ വഴിയാണ്. പിന്നെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ വേല പോകണതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോവുക തന്നെ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുറച്ച് വേല കഴിഞ്ഞ് അതിൻ്റെ കലാരൂപങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് നിറയെ കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണ്ടതൊക്കെ കഴിക്കാം. കുലുക്കി സർബത്ത്, ഓംലൈറ്റ്, കടല പൊരി, അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ എന്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പാളനും പാനിപൂരിയൊക്കെ ആ ഭാഗത്താണ്, അമ്പലത്തിൻ്റെ മറുഭാഗത്താണ്. വെട്ടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേ ഈ ഭാഗത്ത് 1-2 കണ്ടു. പക്ഷെ തിരക്ക് കമ്മിയായിരുന്നു. സമയം കണ്ട് വേഗം പോവാണ്. ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് തരാം അവർ. ആകെ അവൻ്റെ അമ്മമ്മേനും കൂടെ വേല കാണാൻ വേണ്ടി പോയി. വെടിക്കെട്ടിൻ്റെ അവിടെ പോയി ഇരിക്കുന്നുണ്ട് പറഞ്ഞു. വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോ വേലയും കണ്ട് ഇങ്ങനെ പോവുകയാണ്. അടുത്ത വേലയൊക്കെ ഉണ്ടല്ലേ, തിരക്ക് സമയമായി. ഞങ്ങൾ വേഗം പോട്ടെ എന്ന് പറയുന്നത്. ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് തരും. നാഗങ്ങളുടെ ഒരു പാട്ട്. വേലപ്പറമ്പിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആനന്ദകരമായ സന്തോഷം ഒക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ കലാരൂപങ്ങളും വേണം. മാസിക് ഡോൾ ഡാൻസിൻ്റെ മാത്രം കണ്ടില്ല. ഇനി ഞാൻ കാണാണ്ട് പോയതാണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ പരിസരം എത്തി. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ നിറയെ ആൾക്കാരൊക്കെ ഇരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗകര്യമായി എന്നാണ് ഭാര്യ പറയുന്നത്. ബന്ധുക്കാരുടെ വീട്ടിൽ വന്നിരുന്നാൽ നിറയെ വേല കാണാമെന്നാണ് പറയുന്നത്. ഞങ്ങളൊരു ഓംപ്ലേറ്റ് വാങ്ങി അടിച്ചു. അങ്ങോട്ട് മെല്ലെ നടന്നു അമ്പലത്തിന് അങ്ങോട്ട്. കാളവേലയാണ്. അത് ഞങ്ങൾ കോട്ടച്ചന്തയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കലാണ് പണി വേലപ്പറമ്പിൽ. അല്ല, കോട്ടച്ചന്ത അങ്ങോട്ട് ഫുള്ളായ ആൾക്കാരിനെ കൊണ്ട് ബസ്സുകളൊക്കെ വലഞ്ചിട്ട് അധികം പോകും. ഇത് പാർവതി ദേവിയുടെ ഒരു നല്ലൊരു കഥയാണ് കാണിക്കുന്നത്. ദാരിക പദം എന്നാ എന്താ പറയണ കേട്ടോ. എൻ്റെ വേലയൊക്കെ കഴിഞ്ഞ് കോട്ടച്ചന്ത കളർഫുള്ളായി. വേല വരാനുണ്ട്, അതാണത്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ കുറച്ച് പേർ കാത്തു നിൽക്കുന്നത്. കോട്ടയിനുള്ള വേലകൾ വരുന്നുള്ളൂ. ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ പരിസരത്ത് വരുന്നത്. അമ്പലത്തിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞാൽ ഒരു മെല്ലെ തിരിച്ചു പോകണം. ഏറ്റുകൊണ്ട് നടക്കാൻ തന്നെ ഒരു ശക്തി വേണം. ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കണം. പിന്നെ അമ്പലത്തിൻ്റെ പരിസരമുള്ള കുട്ടിക്കലാസമാണ്
നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. തിരക്കി നമ്മളങ്ങോട്ട് പോയി. വെടിക്കെട്ടിൻ്റെ അങ്ങോട്ടാണ് ഇനി നമ്മുടെ യാത്ര. 9:30 വെടിക്കെട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ട്. കണ്ടത്തിലൊക്കെ വളരെ കാരണം അവർ നമുക്ക് വേണ്ടി വെടിക്കെട്ടൊക്കെ ഒരുക്കി തരുന്നുണ്ട്. നല്ലൊരു സഹായമാണ്. ചില ആൾക്കാർ വെടിക്കെട്ടുണ്ടെങ്കിൽ വേലയ്ക്ക് വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പരിസരത്തുള്ള കുട്ടിക്കലാശമാണ്. അപ്പോൾ ഇപ്രാവശ്യം വിഷുവേല ഉണ്ടെങ്കിൽ കാണാത്തവരൊക്കെ അടുത്ത കൊല്ലം വരിക വേല കാണാൻ. വേലപ്പറമ്പിൽ വരാൻ 1000 രൂപ അനുവാദമൊന്നും വേണ്ട, എല്ലാ വേലയും നമുക്ക് കാണാം. ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വിഷുവേലകളൊന്നും അറിയില്ല. എല്ലാവരും അടുത്ത പോലെ ഈ വേലയ്ക്ക് വരിക, നമ്മൾ ആ പരിസരത്തൊക്കെ ഉണ്ടാവും. ഇതേപോലെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്താണ്. തിരക്ക് വരുന്നുള്ളതുണ്ടല്ലോ, എല്ലാവരും അവിടെ പോയി ഇരിക്കും, സീറ്റ് പിടിക്കണം. അവിടെയൊക്കെ എല്ലാവരും സീറ്റ് പിടിച്ച് വന്ന് നമ്മുടെ കൂടെ വന്നവർ. അപ്പോൾ ശരി, അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.